Yeah, today is actually a special day. Today is December 1 ആണ്. Yeah, today's vlog എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇറ്റ്സ് ആക്ച്വലി നമ്മുടെ ഷിഫ്റ്റിംഗ് ഡേ ആണ്. നമ്മൾ PG മാറി നമ്മൾ പുതിയൊരു റൂമിലേക്ക് മാറാണ്. എവറി വൺ വാസ് ഞാനും എൻ്റെ റൂംമേറ്റും നമ്മൾ രണ്ടുപേരും വേറൊരു വീടെടുത്ത് മാറി. ആൻഡ് ഇറ്റ്സ് ബീൻ ലൈക്ക് 2 years in Bangalore. ഞാൻ ഇവിടെ തന്നെയായിരുന്നു. ആൻഡ് ഐ ഹാഡ് another experiences. പിന്നെ സെയിം ടൈം ലാസ്റ്റ് ഇയർ ദിസ് ടൈം അതൊക്കെ ഇറ്റ്സ് പാസ്റ്റ് അപ്പോൾ അതൊക്കെ മൂവ് ഫോർവേഡിങ്. വി ആർ മൂവിങ് ടു എ ന്യൂ ഹൗസസ്. ഇവിടുന്ന് ഒരു 3 വട്ടത്തോളം ഇറങ്ങിപ്പോയിട്ടുണ്ട്. വീട് PG ഒക്കെ മാറി ഓരോന്നിന് അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഒന്നിപ്പഴിച്ച 3 അങ്ങനെ 3 വട്ടം പോയിട്ട് തിരിച്ച് നമ്മൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ബട്ട് ദിസ് പ്ലേസ് ഇസ് ആക്ച്വലി ബ്യൂട്ടിഫുൾ. പിന്നെ ലൈഫ് അപ്ഗ്രേഡ്, ലൈഫ് ചേഞ്ച്, എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വേണ്ടേ. അപ്പോൾ ഒരു വീടെടുക്കണം എന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ വീട് മാറി പോവാണ്. ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം ഐ മൂവിങ് ഔട്ട് ആക്ച്വലി. ദിസ് ഇസ് ലൈക്ക് സെക്കൻഡ് ടൈം. all the experiences again. Yeah, but that is that. അതൊക്കെ വിട്ട് നമ്മളിന്ന് മാറി 2 ദിവസമായിട്ട് ഷിഫ്റ്റിംഗ് തന്നെ. ഇപ്പോഴും നമ്മൾ ഷിഫ്റ്റിംഗ് കംപ്ലീറ്റ് ആയി. ഷിഫ്റ്റിംഗ് മാറ്റി ഇനി അവിടെ ക്ലീൻ ചെയ്ത് കുറേ സാധനം സെറ്റപ്പ് ആക്കാനുണ്ട്. കുറേ സാധനം റെഡിയാക്കാനുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പം നമ്മളിവിടെ വന്ന് ഫൈനായിട്ട് റൂം ക്ലീൻ ചെയ്ത് വെക്കേറ്റ് ചെയ്യാൻ വന്നാൽ പോയി പാലൊക്കെ കാച്ചി. അപ്പം ദിസ് ഇസ് സംതിങ് ആസ് ഐ സേ ഇസ് എ സ്മോൾ മൈൽ സ്റ്റോൺ. അപ്പോൾ ഐ വാണ്ടഡ് ദിസ് ടു ബി റെക്കോർഡഡ് ആസ് എ വ്ളോഗ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ അതൊരു വ്ളോഗാക്കാന്ന് വെച്ചു. പിന്നെന്താ ബാക്കി ഓക്കെ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇന്നലത്തെ ഷിഫ്റ്റിങ്ങും മിനിഞ്ഞത്തെ ഷിഫ്റ്റിങ്ങിനൊക്കെ കുഞ്ഞു ക്ലിപ്പിങ്സ് നേരിടാം. നല്ല പണിയായിരുന്നു കേട്ടോ. ആക്ച്വലി ഇറ്റ് വാസ് അറിയാമല്ലോ ഷിഫ്റ്റിങ് അടുക്കി പറക്ക്. ദറ്റ് ഈസ് ടു മച്ച് ഓഫ് എ തിങ്. ദിസ് ഈസ് ജസ്റ്റ് എ സ്മോൾ ഇൻട്രോ, യു വിൽ സീ. അപ്പോൾ അത്രേ ഉള്ളൂ. തന്നെ ഇപ്പോൾ ഒരു 3ാമത്തെ വട്ടമാണ് ഞാൻ മാറുന്നത്. അതുകൊണ്ട് എനിക്കിതൊരു വികാരമായിട്ട് തോന്നുന്നില്ല. നമ്മൾ സാധനങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് വെക്കുന്നു ഗൈസ്. ദിസ് ഹോൾ ഏരിയ ഈസ് എ മെസ്സ്. ഇവിടെ ഒരാൾക്ക് സങ്കടമൊക്കെ വരുന്നു. സങ്കടം എന്തിനാണെന്ന് എനിക്കറിയില്ല. എനിക്ക് പിന്നെ അതെ. ഹായ് ഗൈസ്, അപ്പോൾ രാത്രി ഏറെക്കുറെ ഒരു 11:30 ആയിട്ടുണ്ടാവും. നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചത് കണ്ടോ. ഇവിടെ എല്ലാം ഒരു മെസ്സാണ്. നമ്മളെല്ലാം അടുക്കി പറക്കി വെക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. രാവിലെ ഒരു ഇതിൻ്റെ പുറകെ ആയിരുന്നെങ്കിലും ഒരു വഴിയായി. ഇപ്പം ദേ കിച്ചൺ സാധനം നമുക്ക് സെറ്റ് ചെയ്യും. നാളെ ഇതിൻ്റെ ഫൈനൽ വീഡിയോ വിൽ കം അല്ലേ. എല്ലാം ചത്തൊരു വഴി. ഞങ്ങൾ പോലെ കേട്ടോ രാവിലെ എടുത്തിട്ട് ഡ്രസ്സാണ് 2 ദിവസമായി. അതെ, പല മെക്കാനിസങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടും ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. ഇതൊന്ന് ഒതുക്കി വെച്ചിട്ട് പോയിട്ട് വേണം നാളെ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ. But that was a quick small update. I'll see you tomorrow. Bye. Hi guys, സമയം പോകുന്നതിന് മുന്നേ പാല് കാച്ചിട്ടത് കൊണ്ട് ആൾക്കാർ വരുന്നതിന് മുന്നേ നമ്മൾ പാല് കാച്ചി പരിപാടി തീർക്കുകയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഡു. പാല് തിളയ്ക്കുന്നു. അങ്ങനെ പാല് അച്ഛൻ ഇഷ്ടമാണ്. മാറിയിരുന്നേ കഴിഞ്ഞു. ഇനി ബാക്കി അടക്കി പറഞ്ഞു വൃത്തിയാക്കാൻ മണിക്ക് പറഞ്ഞു. ഗൈസ്, ഹൗസ് വാമിങ്ങിനുള്ള ആൾക്കാരെല്ലാം ആദ്യമേ റൂമിലെത്തി. അവസാനം ഓണർമാരായ 2 പേര് വഴിയിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ കാണുന്നത്. നല്ല അടിപൊളി മഴ എന്ന് വെച്ചാൽ ലൈക്ക് സൂപ്പർ മഴ. നമ്മൾ കുറച്ച് അത്യാവശ്യം സാധനം വാങ്ങിക്കാനായിട്ട് ഇവിടെ വരെ വന്നതാണ്. ഇനി വാങ്ങിക്കാനും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റക്കാണ്. മിക്കവാറും അവരെല്ലാം വന്ന് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടായിരിക്കും ഞങ്ങളവിടെ ചെല്ലുന്നത്. ദാറ്റ് ഈസ് ദി വെറൈറ്റി ഓഫ് ദിസ് ഹൗസ് വാമിങ്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ സമയമൊക്കെ കഴിഞ്ഞ് സെറ്റായി റൂമിൽ തിരിച്ചെത്തി. ഇപ്പോൾ വെച്ചാൽ നമുക്ക് 2 ഗസ്റ്റ് ഉള്ളൂ. ബാക്കി എല്ലാവരും ഓൺ ദ വേ ആണ്. സോ ബട്ട് വി ആർ ലൈക്ക് കൈൻഡ് ഓഫ് ഏർലി. ഓക്കെ, ആദ്യത്തെ 2 ഗസ്റ്റിനെ ഞാൻ ഇപ്പോൾ കാണിക്കാവേ. അതെ, ഹായ് സൂം ചെയ്തട്ടെ.
ഒരാവശ്യമില്ല. കേരളത്തിലെ വലിയൊരു ബിസിനസ്മാനും. ഓയാ ഇവർ രണ്ടുപേരും ഇതിന് തമിഴ്നാട്. അത് രണ്ട് മാന്യന്മാരായ മനുഷ്യരെ കണ്ടു. ഇവരുടെ അതെ മാന്യതയുടെ നിറകുടങ്ങളാണ് ഞങ്ങളിവിടെ വരുന്ന ആൾക്കാർ. ഇപ്പൊ ഓരോന്നോരോന്നായി വന്നോണ്ടിരിക്കുന്നത്. ശരിയാണല്ലോ. അതെ രണ്ടാമത്തെ സെറ്റ് മൊത്തം എത്തി. ഞാൻ മറ്റേ ബിഗ് ബിയിലെ ടോണി സായി അത് തന്നെ ഞാൻ പിടിക്കണം. ഇനി ഞാൻ പഠിക്കട്ടെ. ഒന്നൂടെ വീട് ഇഷ്ടപ്പെട്ടോ? ഓൾമോസ്റ്റ് എല്ലാരും വന്നെത്തിയിട്ടുണ്ട്. ഹാപ്പി, ഇറ്റ്സ് ഗുഡ്. ഇവിടെ കുറച്ച് ചില്ല് ചെയ്യുന്ന ആൾക്കാരെ കാണാം നമുക്ക്. അത് കട്ട് ചെയ്ത ഡിസ്കഷൻ. ലൈറ്റുകളൊക്കെ എവിടെ തൂക്കും എന്നുള്ള ഡിസ്കഷനിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുതിയ കിച്ചൺ ഇൻവൈഡ് ചെയ്യാൻ ആൾക്കാർ വന്നിരിക്കുന്നു. ബോബി കട്ടൻ ചായ ഇട്ടിരിക്കുന്നു. കട്ടൻ ചായ ഇത് ഈ ക്ലാസ്സിൽ പപ്പുണ്ടായിരുന്നല്ലോ. ഇത്രയും ആൾക്കാർ എന്നിട്ട് അത് ഉണ്ടാക്കാൻ കഴിച്ചവന്റെ അത് ഒരു ഗ്ലാസ് അവനാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് 10 പേരുള്ള കുടുംബത്തിൽ ചായ ഇട്ടു. കുറച്ചേരം ഞാൻ നോക്കിയിരുന്നു എന്തെങ്കിലും കിട്ടുമോ. താങ്ക് യു ഫോർ കോളിംഗ് മീ. ഓക്കെ ബോബി കട്ടൻ ചായ ഓഫർ ചെയ്യുന്നതാ. അത് കുടിക്കാൻ 2 പേര്. ബോബി സെൽഫിഷ് എല്ലാം തെളിയിക്കുന്നു. ആ ബോബി അര ഗ്ലാസ് ബോബിയുടെ കട്ടൻ ചായ. അങ്ങനെയല്ല ഇവിടെ ഗസ്റ്റ് ഒന്നും ഇല്ല. എല്ലാ കുടുംബക്കാരാ. ഇവര് സ്റ്റാർ വാങ്ങിച്ചു ഗൈസ്. ലുക്ക് അറ്റ് ദിസ് ഗൈസ്. കണ്ടോ സ്റ്റാർ. നമ്മുടെ സ്റ്റാർ വാങ്ങാൻ നന്നായി. ഓ നമ്മുടെ ദിസ് വാസ് നെസസറി. നമുക്ക് അടുത്ത ആഴ്ച മാറിയാലോ. നല്ല പരിപാടി. വാങ്ങിക്കാൻ വേണ്ടി വാങ്ങിക്കാൻ വന്ന വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് മറ്റേ ഹാമ്പർ പൊട്ടിക്കുന്നവരൊക്കെ തോന്നുന്നു.
Thanks, Kaidil, so much. Okay guys, ഇതാണ് നമുക്ക് കിട്ടിയ ഒരു കുട്ടി ഗിഫ്റ്റ്. ഇത് നമുക്ക് ശ്രീയും കാരലും കൊണ്ടുവന്നാണ്. ആക്ച്വലി ദിസ് ഇസ് വെരി യൂസ്ഫുൾ ക്യൂട്ട് സാധനമാണ്. ഇതൊരു കുഞ്ഞു കുട്ടി കാസറോൾ ആണ്. അപ്പൊ ഇതിനും താങ്ക് യു. ഇത് അപ്പം എടുക്കാൻ എനിക്ക് പറ്റിയില്ല, ഇതൊന്നും പിന്നെ. ഓക്കെ ബൈ ബൈ. ഒരു സെറ്റിനെ നമ്മൾ പറഞ്ഞു വിടുക. ബൈ. ഇത് മുഴുവൻ ഒഴിക്കണോ ഗൈസ്? ഇത് ഭയങ്കര കയ്പാണ് ഗൈസ്. ഇതുപോലെ മദ്യമാണോ? നീ കുടിക്കാൻ ബാക്കിയാ പറയാം. നല്ല സാധനം, കൂടിയ സാധനം. എല്ലാരും കുടിച്ചോ? എടാ എല്ലാരും കൊറോണ്ട് ഓടിക്കുന്ന എടുത്തോട്ടെ. അവന് എക്സ്പ്രഷൻ ഒന്നും മാറ്റത്തില്ല. അവിടെ കിട്ടി. ചേട്ടൻ അപ്പനും അമ്മമാരുള്ള നമുക്ക് തന്നില്ല. നമ്മള് പോകുന്നത്ര അടിക്കാം. Cheers. അതാണ് ഓക്കെ ഗൈസ്. അപ്പം ആക്ച്വലി ഈ ക്ലോസിംഗ് വീഡിയോ നാലാമത്തെ ടേക്കിലാണ് ചിരിച്ചോണ്ടിരിക്കുന്നത്. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഓക്കെ ലെറ്റ് ഇറ്റ് ബി. അപ്പൊ ഈ ക്ലോസിംഗ് വീഡിയോന്റെ കാര്യം വന്നവരോട് എല്ലാരോടും റിയലി താങ്ക്ഫുൾ. എല്ലാരും ഗിഫ്റ്റും ഒക്കെ ഇട്ടാ വന്നത്. വി ആക്ച്വലി ഹാവ് അതെ ഡിഡ്ന്റ് എക്സ്പെക്ട് ഓർ വാണ്ട് എനിത്തിങ്. നമുക്ക് എല്ലാവരുടെ ഒരു പ്രസൻസ് ആയിരുന്നു അത്യാവശ്യം. ബട്ട് വി ആർ വെരി വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് പീപ്പിൾ കേം. വി വർ വെരി ഹാപ്പി. എന്താ ആക്ച്വലി So it was actually so fun having them here because ഞങ്ങളിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ കുറെ ഇങ്ങനെ ആഗ്രഹിച്ച് മാറണോ മാറണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചാണ് ഫൈനലി. അതും ഞങ്ങൾ ഈ ഫ്ലാറ്റ് ഒന്ന് കണ്ടപ്പോൾ ഈ ഫ്ലാറ്റ് എടുക്കണം നമ്മൾ ചിന്തിച്ചതേ ഇല്ല. ബിക്കോസ് ഞങ്ങളുടെ ബഡ്ജറ്റിന് മേലെ ഇനീഷ്യലി ഞങ്ങൾ പ്ലാൻ ചെയ്ത അനുസരിച്ച്. സോ ഇനീഷ്യലി വി ഹാഡ് നോ പ്ലാൻ ടു ടേക്ക് ദിസ് ഫ്ലാറ്റ്. അപ്പൊ ഞങ്ങളത് കണ്ടുപോയപ്പോ തന്നെ വി ഡിസ്കസ് ലൈക്ക് ചുമ്മാ ഒരു നോട്ടം നോക്കി പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ വരെ ഫ്ലാറ്റ്സ് തപ്പാൻ പോയിട്ടും ഇല്ല. ലൈക്ക് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ അറ്റ് എ പോയിന്റ് വന്ന് കണ്ടപ്പോ കറങ്ങി തിരിഞ്ഞ് സെറ്റായി. എല്ലാം കൂടെ പെട്ടെന്നായിരുന്നു ആക്ച്വലി. ഒരു 2 മാസത്തിൽ ഒരു സർട്ടനിറ്റി ഇല്ലാന്നാണ് ഈ ഫ്ലാറ്റ് എടുത്തത്. അതുകൊണ്ട് ചിലപ്പോ ഈ വീട് വരുമ്പോഴായിരിക്കും പലരും അറിയുന്നത് ഞങ്ങൾ ഫ്ലാറ്റിലോട്ട് മൂവ് ചെയ്തു. അതെനിക്ക് ആരോടും പറയാൻ പോലും ടൈം കിട്ടിയില്ല. ആക്ച്വലി ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന അന്നാണ് ഇപ്പം നമ്മുടെ ക്ലോസ് ആയിട്ട് നമ്മൾ കണ്ട ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും തലേന്നും അന്ന് രാവിലെയൊക്കെ വിളിച്ചിട്ടാ പറയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ട്. സ്പെഷ്യൽ താങ്ക്സ് ടു ഓൾ ഓഫ് ദം ബിക്കോസ് എല്ലാരും വിളിച്ചും മെസ്സേജ് ഒക്കെ ചോദിച്ചായിരുന്നു എന്തെങ്കിലും ഹെൽപ്പ് വേണോ. ഞങ്ങൾ രണ്ടുപേരും എല്ലാം തന്നെ ചെയ്തു. ബിക്കോസ് ഞങ്ങൾക്ക് ഇങ്ങനെ കുറെ ഐഡിയാസ് ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. സോ ആ ഒരു മോഡിൽ ഞങ്ങൾ അങ്ങ് ചെയ്തു വന്നു. പക്ഷെ എല്ലാരും ഇടയ്ക്കാണെങ്കിലും വരണം എന്നൊക്കെ. സോ ഇറ്റ്സ് ആക്ച്വലി സോ ബ്ലെസ്ഡ് ടു ഹാവ് people around us like that. Appo thanks to everyone for coming and especially the gifts. So നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തീരെ എക്സ്പെക്ട് ചെയ്തില്ല. എന്തെങ്കിലും ഫുഡ് അറേഞ്ച് ചെയ്തോണ്ട് ചോദിച്ചപ്പോൾ we said no food, so if you want something you just carry and come. So അപ്പൊ ഞങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൂടി നമ്മളിങ്ങനെ ഒരു ഹൗസ് വാമിംഗ് എന്നുള്ളൊരു ഹൗസ് വാമിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വീട് മേടിച്ചു സെറ്റപ്പ് ആക്കിയിട്ടൊക്കെ ആണ്. നമ്മളിതൊക്കെ ചുമ്മാ ഒരു ഡെക്കറേഷൻ ചെയ്ത് ഒരു സന്തോഷത്തിന് വേണ്ടി എല്ലാം വി സ്റ്റാർട്ടഡ് എവറിത്തിങ്. എല്ലാരെയും വിളിച്ചതും ബട്ട് ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഫൺ മെമ്മറി എന്നുള്ള മൂഡാണ്. ആക്ച്വലി ദിസ് ഇസ് എ കോർ മെമ്മറി. ഞാൻ പറഞ്ഞത് the whole idea of making it a vlog was that only. Even though we were too much tired because ആ ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി ബിക്കോസ് ഞങ്ങൾക്ക് ഓഫീസ് വർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വേണം സാധനങ്ങൾ പാക്ക് ചെയ്യാൻ, അത് ഷിഫ്റ്റ് ചെയ്യാൻ, പിന്നെ പുതിയ സാധനങ്ങൾ വാങ്ങണം. സോ അതൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു, ഭയങ്കര ബിസി ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഒന്നിനും ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല ആ ഒരു വീക്ക്. പക്ഷെ ആ ഒരു
എന്താ പറയാ നമ്മൾ ആ വീട്ടിലേക്ക് വന്ന് കയറിയ ഒരു ഡേ വാസ് റിയലി റിയലി അമേസിംഗ്. എനിക്കൊന്ന് നമ്മൾ ഉറങ്ങിയത് പിറ്റത്തെ ദിവസം ഏർലി മോർണിംഗ് ആണ്, ലൈക്ക് 4:35 ഞങ്ങൾ ഒരു സൺഡേ രാത്രി തുടങ്ങിയിട്ട് it ended at Monday morning. Yeah, and Monday she was like she used to go to office and I told her Ponda work from home medical, but she was like no bro, I need to go because I need to cover blah 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 stuff. But morning somebody came and told me like ഞാൻ sick leave ഇട്ടു നോക്കെ. At least I did work from home guys. ഞാൻ sick leave ആക്ച്വലി ഇന്നിപ്പോ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ എക്സാക്ട്ലി 1 week ആയിട്ടുണ്ട് ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട്. Next Sunday. Yeah, exactly 1 week. ആൻഡ് ഇന്നാണ് നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല. ഇന്നും ഞങ്ങളിപ്പോ പോയിട്ട് പകുതി ഷോപ്പിംഗ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് ആക്ച്വലി. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ 1/2 കിലോ പരിപ്പ് വാങ്ങാൻ പോയ 6,000 രൂപയുടെ ബില്ലും കൊണ്ട് ഇന്നും ഞങ്ങൾ ആക്ച്വലി എന്തോ 2 ചെറിയ സാധനം ബട്ട് ഇറ്റ് വാസ് ക്ലോസ് ടു 3K ബിൽ. അപ്പം അറിയില്ല ഇനി പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നത്. ആക്ച്വലി ഇറ്റ് ഫീൽ സോ പീസ്. ഞാൻ അങ്ങോട്ട് നിന്ന് ഇറങ്ങിയപ്പോൾ ഐ വാസ് വെരി സാഡ്, ലൈക്ക് എങ്ങനെയായിരിക്കും ഇത് സംഭവം എന്നൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര പീസ് ആയിട്ടുള്ള ഒരു ഏരിയയും പ്ലേസ് ഒക്കെ ആയിരുന്നു. സോ ആ ഒരു പീസ് ഒക്കെ ഇവിടെ കിട്ടും എന്നുള്ള ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷെ ഇതൊരു അടിപൊളി ക്രോസ്, ഐ മീൻ റെസിഡൻഷ്യൽ ക്രോസ് ആണ്. സോ ഒച്ച ബഹളം ഒന്നുമില്ല. ആ ഒരു പീസും ആ ഒരു ഹോം ഫീൽ ഭയങ്കരമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരാഴ്ചക്ക് ശേഷം ഇന്നാണ് ഞങ്ങളും ഒന്ന് മര്യാദക്ക് ഇവിടെ ഇരിക്കുന്നത്. ലൈക്ക് വി ഹാഡ് പീപ്പിൾ ഇൻ ആൻഡ് അറൌണ്ട് ഓൾവേസ് വിച്ച് വി ആർ grateful and happy to be here. പക്ഷെ ഇന്ന് ഇവിടെ ഒറ്റയ്ക്ക് ആരും ഇല്ലാഞ്ഞിട്ട് പോലും ഇവർ ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ക്ലീനിങ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും വി വർ സോ ഹാപ്പി ഡൂയിങ് ഇറ്റ്. ലൈക്ക് അതൊരു വർക്ക് ആയിട്ടൊന്നും തോന്നുന്നില്ല. ഒരു ശരിക്കും ഒരു കുറെ ആഗ്രഹിച്ചു, ടു ബി ഓണസ്റ്റ് കുറെ ആഗ്രഹിച്ചതാണ്. പീജിലിരുന്നപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇറ്റ്സ് റിയലി ഗുഡ്. ലൈക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഭയങ്കര രസമുണ്ട്. ഞങ്ങൾ മിസ് ചെയ്തിട്ടില്ല ഞങ്ങൾ നേരത്തെ നിന്ന സ്ഥലം. മേ ബി വി ബോത്ത് ആർ ടുഗദർ, അതുകൊണ്ടായിരിക്കും. പക്ഷെ it feels so good, and especially thanks to all of you. Everybody who's watching and people who came. ഇനി വിളിക്കാൻ പറ്റാത്തവർക്ക് ഞങ്ങൾ സത്യം പറഞ്ഞ പോലെ തന്നെ വലിയൊരു പരിപാടി എന്നുള്ള രീതിക്ക് ഒന്ന് പ്ലാൻ ചെയ്തല്ല. ആൻഡ് ഓൾ ദോസ് പീപ്പിൾ അവരെല്ലാം ഞങ്ങളുടെ ഇവിടെ അടുത്തടുത്ത് തലേന്ന് കണ്ടു പറഞ്ഞവരാ നാളെ പരിപാടി ഉണ്ട് വരണം പരിപാടി എന്നുള്ളൊരു മോഡ് നമുക്ക് ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പിന്നെയാണ് ഞങ്ങൾ ഇവരെല്ലാം വിളിച്ചിട്ട് വരണം എന്ന് നമ്മളിങ്ങനെ ചുമ്മാ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി വാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഹൗസ് വാമിംഗ് സെറമണി പോലെ ചിന്തിക്കാത്തത് കൊണ്ട് ഇവർക്ക് ഫുഡ് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചില്ല. ലതും കന്നുള്ള രീതിക്ക് പിന്നെ ലാസ്റ്റ് മൊമെന്റ് നമ്മൾ പ്ലാൻ ചെയ്ത് വി നീഡ് ടു ഗീവ് സംതിങ് ബ്രോ എന്നുള്ള രീതിക്ക് ഞങ്ങൾ പിന്നെ കണ്ടാണല്ലോ ബ്ലോഗിനിടയ്ക്ക് നിങ്ങൾ കണ്ടല്ലോ മഴയത്ത് ഞങ്ങൾ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് ഞങ്ങളിവിടെ വന്നപ്പോ ഏകദേശം കറക്റ്റ് ഒരു എനിക്കൊന്ന് 350 ഒക്കെ ആയപ്പോ നമ്മൾ വന്നു പാല് കാച്ചി 4 o'clock പിന്നെയും പോയി പിന്നെയും വന്നു 7 ആയപ്പോ വന്നപ്പോഴാണ് പിന്നെ എല്ലാവരും ഒരേ ടൈമിൽ വന്നത്. അങ്ങനെ സോ ദാറ്റ് ഈസ് ദ വിശേഷംസ് യു സോ ദാറ്റ് ഈസ് ദാറ്റ്. അപ്പം ഇനി എപ്പോഴും ഞാൻ ഈ ഹൗസ് ടൂർ ഡീറ്റെയിൽ ആയിട്ട് ഇടാൻ പറ്റുമെങ്കിൽ ഇടാം. This was just a collection of memories that I've put. Okay, thank you guys for watching. So until next time. This is our first vlog from this house. You can expect more good vlogs. അതെ, ഇവിടെ 2 vloggers ആണ് ഈ വീട്ടിൽ തൽക്കാലം ഉള്ളത്. I'll put her channel down in the description, guys. Go subscribe that also. Thank you. അപ്പൊ അത്രേ ഉള്ളൂ. Okay, bye bye until next time.